ഹായ് ഹലോ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പോയിന്റ് എഡ്യൂക്കേഷൻ സെന്ററിലാണ്, പുലമൺ. തീർച്ചയായിട്ടും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലാവർക്കും അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. എന്ത് കോഴ്സ് +2 കഴിഞ്ഞാൽ അടുത്ത ഏത് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മാതാപിതാക്കൾക്ക് ഉണ്ടാവാറുണ്ട്. അതിനൊക്കെ ഒരു സൊല്യൂഷനാണ് പോയിന്റ് എഡ്യൂക്കേഷൻ സെന്റർ. ഇതിന് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്കിതിൻ്റെ ഓണറായിട്ടുള്ള MD ആയിട്ടുള്ള ഷിബിലിയോട് തന്നെ ചോദിക്കാം. ഷിബിലി അടുത്തുണ്ട്. ഷിബിലി നമസ്കാരം. ഷിബിലി 10 വർഷത്തെ ഒരു പ്രയത്നമാണ് ഈ ഒരു പോയിന്റ് എഡ്യൂക്കേഷൻ സെന്റർ എന്ന് പറയുന്നത്. പല സ്ഥലങ്ങളായിട്ട് ഓഫീസിലായിരുന്നു, എനിക്കൊന്ന് വീട്ടിലിരുന്നും അല്ലാതെ ഫോണിലൂടെ മാത്രമാണ്, ഓൺലൈനിലൂടെയാണ് നിങ്ങൾ ഈ അഡ്മിഷൻ എടുത്ത് കൊടുത്തിരുന്നത്. ഇപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞ് സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണ്, നമ്മൾ ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഓഫീസ് തുടങ്ങിയിട്ടുണ്ട്. ഹൗ ഡു ഫീൽ? കുഴപ്പമില്ല, അത് നമ്മുടെ നാട്ടിൽ തന്നെ തുടങ്ങി. നേരത്തെ നമുക്ക് ബാംഗ്ലൂർ ഓഫീസുണ്ട് നിലവിൽ, പക്ഷേ ഇപ്പോൾ നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ ഒരു ഓഫീസ് തുടങ്ങാൻ കഴിഞ്ഞതിൽ വളരെ അഭിമാനമുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മളൊരു സേവനം എന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു, വിദ്യാഭ്യാസ മേഖലയിൽ സേവനം എന്നുള്ള രീതിയിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും വിദ്യാർത്ഥികൾക്ക് നമ്മൾ സാമ്പത്തിക ലാഭം എന്നതിലുപരി ഒരു സേവനം എന്ന രീതിയിലാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ തുടരാനാണ് നമ്മുടെ ഉദ്ദേശവും. പക്ഷേ അതിനകത്ത് സാമ്പത്തിക ലാഭം ഇല്ലെന്നല്ല, നമുക്ക് തുച്ഛമായ ലാഭമുണ്ട്. പക്ഷെ അതിൽ നിന്നും നമ്മൾ കുട്ടികളെ സൗജന്യമായിട്ട് പഠിപ്പിക്കുന്നു, സ്കോളർഷിപ്പ് കൊടുക്കുന്നു, സൗജന്യമായിട്ട് ലാപ്ടോപ്പ് കൊടുക്കുന്നു. അങ്ങനെയുള്ള പല കൺസൾട്ടൻസികളും ചെയ്യാത്ത കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നിലവിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തന്നെ നമ്മൾ അങ്ങനെ ആദ്യത്തെ 50 പേർക്ക്, അതായത് നമ്മുടെ ഇവിടുന്ന് ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 50 പേർക്ക് സൗജന്യമായി ലാപ്ടോപ്പ് കൊടുക്കും. 7 ദിവസത്തിനുള്ളിൽ നമ്മുടെ കയ്യിൽ നിന്ന് അഡ്മിഷൻ എടുക്കുന്നവർക്ക്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ സർവീസ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇന്ന് ഇവിടുന്ന് അഡ്മിഷൻ എടുത്തിട്ട് പോയി നമ്മൾ നാളെ അവരുടെ കാര്യം നമ്മൾ കഴിഞ്ഞു, ഫസ്റ്റ് ഇയർ കഴിഞ്ഞു എന്നുള്ളതല്ല. നമുക്ക് തുടർന്ന് ഇപ്പോൾ ഒരു ഡിഗ്രി കോഴ്സ് ആണെങ്കിൽ 3 വർഷം, നഴ്സിംഗ് കോഴ്സ് ആണെങ്കിൽ 4 വർഷം, അങ്ങനെ ഓരോ കോഴ്സിനും ഓരോ ഡ്യൂറേഷനാണ്. അപ്പോൾ ഈ ഡ്യൂറേഷൻ മുഴുവൻ നമ്മൾ അവരോടൊപ്പം ഉണ്ടാവും. അവർക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും, അവർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും, അവർക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നമ്മൾ അവരോടൊപ്പം ഉണ്ടാവും. ഏത് സമയത്തും വിദ്യാർത്ഥികൾക്ക്, രക്ഷകർത്താക്കൾക്ക് നമുക്ക് അവരുടെ കോൾ ഡ്യൂറേഷൻ തീരുന്നതിനുള്ളിൽ തന്നെ നമ്മളെ ബന്ധപ്പെടാവുന്നതുമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. ഷിബിലി ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങണമെന്ന് പറഞ്ഞാൽ സന്തോഷം. കഴിഞ്ഞ 10 വർഷമായിട്ട് ഷിബിലി ഈ മേഖലയിൽ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇത്തരം മേഖലകളിൽ ഇപ്പോൾ ഞാൻ ആദ്യം നമ്മളെ ഈ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസികളിൽ നിന്ന് പല ആൾക്കാരും ഇനാഗുറേഷനും മറ്റു പല കാര്യങ്ങളൊക്കെ ചോദിച്ച് വിളിച്ചിട്ടുണ്ട്. പക്ഷേ വിശ്വാസ്യത എന്ന് പറയുന്നത് അതൊരു പ്രധാനപ്പെട്ട ഘടകമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം രക്ഷകർത്താക്കൾ അൾട്ടിമേറ്റ്ലി നോക്കുന്നത് അവരുടെ മക്കളെ ആരെ വിശ്വസിച്ച് വേണം ഞങ്ങൾ പുറത്തേക്ക് പഠിക്കാൻ പറ്റണം എന്നുള്ള കാര്യത്തിലാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഷിബിലി വിളിച്ചിട്ട് ഷിബിലി ഇങ്ങനെ ഒരു സാധനം തുറന്നു പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് രണ്ടാമതൊരു പേടിയുടെ ആവശ്യമില്ല. നമുക്ക് ധൈര്യമായിട്ട്, അതൊരു പ്രൊമോഷനല്ല, അവിടെ നമുക്കറിയാവുന്ന ഉള്ളിൽ തട്ടി തന്നെ സത്യസന്ധമായി തന്നെ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഷിബിലിയെ വിശ്വസിക്കാം. കാര്യം കൊട്ടാരക്കരക്കാർക്കും നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു മനുഷ്യനാണ്. ഇതുവരെ എൻ്റെ അറിവിൽ ആരെയും തട്ടിച്ചും ജീവിച്ചിട്ടുള്ള ഒരാളല്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പ്രൊമോഷനോ മറ്റു കാര്യങ്ങളോ അല്ല. എൻ്റെ ഉള്ളിൽ ഒരു വലിയ സാധ്യത ഷിബിലിയാൽ ഇവിടെ തുറക്കപ്പെടുകയാണ്. പോയിന്റ് എഡ്യൂക്കേഷനെ സംബന്ധിച്ച് അവർക്ക് ബാംഗ്ലൂർ ബേസ് ചെയ്ത് അല്ലെങ്കിൽ കർണാടകത്തിൽ നിന്നുള്ള എല്ലാത്തരം നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നൊരു കൺസൾട്ടൻസിയാണ്. അതിനകത്ത് ഷിബിലി മുന്നോട്ട് വയ്ക്കുന്ന കുറച്ച് ഓഫറുകളുണ്ട്. ഈ വരാൻ പോകുന്ന ആദ്യത്തെ 50 അഡ്മിഷൻസിന് 50 ലാപ്ടോപ്പുകൾ നമ്മൾ കൊടുക്കാൻ പ്ലാനുണ്ട്. അപ്പോൾ 50 കുട്ടികളെ സംബന്ധിച്ച് 50 ലാപ്ടോപ്പുകൾ മേടിച്ചുകൊണ്ട് തന്നെ പുതിയൊരു അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഇവിടെ ഒരുക്കി തരികയാണ് ഷിബിലി. രണ്ടാമത്തെ ഒരു കാര്യം ഷിബിലി ചെയ്യുന്നത് കുട്ടികളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ഇപ്പം നമ്മൾ ഒരാൾക്കൊരു സഹായം ചെയ്ത് കൊടുക്കുമ്പം അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടും എന്തെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മികച്ച കുട്ടികൾക്ക്, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് 20 മുതൽ 50% വരെ ഒരു സ്കോളർഷിപ്പും പോയിന്റ് എഡ്യൂക്കേഷൻ ചെയ്തു തരുന്നുണ്ട്. ധൈര്യമായിട്ട് രക്ഷകർത്താക്കൾക്ക് ഷിബിലിയെ കോൺടാക്ട് ചെയ്യാം, പോയിന്റ് എഡ്യൂക്കേഷനെ കോൺടാക്ട് ചെയ്യാം. ഇനിയിപ്പോൾ വരാൻ പോകുന്ന അധ്യയന വർഷക്കാലത്ത് നിങ്ങളുടെ മക്കൾ എവിടെ പഠിക്കണമെന്ന് നിങ്ങൾക്കൊരു തീരുമാനമെടുക്കുകയാണെന്ന് തോന്നുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റുന്ന വിശ്വാസ്യതയുള്ളൊരു സ്ഥാപനമായിട്ട് പോയിന്റ് എഡ്യൂക്കേഷൻ മാറട്ടെ. ഒരു ഉദ്ഘാടനം ഔദ്യോഗികമായിട്ട് നിർദ്ദേശമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. നന്ദി, നമസ്കാരം. തീർച്ചയായിട്ടും ഞാനിവിടെ വന്നപ്പോൾ ഒരു ടാഗ്ലൈൻ കണ്ടു. അതിനകത്ത് 20% തൊട്ട് 50% വരെ ഈ നമുക്ക് ഈ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ എവിടെ ചെന്നാലും അക്കോമഡേഷനും ഫുഡുമാണ് ഏറ്റവും കൂടുതൽ അവർ നോക്കുന്നത്, ഈ വരുന്ന മാതാപിതാക്കൾ നോക്കുന്നത്. അതായത് എഡ്യൂക്കേഷനെക്കാളും കൂടുതൽ അവരുടെ താമസം സെക്യൂർഡ് ആണെന്നാണ് നോക്കുന്നത്. പക്ഷെ അതിലും നിങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഇതിലെല്ലാം നമ്മൾ പ്ലേസ്മെന്റ് വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഈ എടുക്കുന്ന ഈ 50 പേർക്ക്, ആദ്യം എടുക്കുന്ന 50 പേർക്ക് 7 ദിവസം കൊണ്ടാണ്. പക്ഷെ അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്കത് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നത്? അത് എങ്ങനെയത് നമുക്കത് ലോജിക്കായിട്ട് കൊണ്ടുവരാൻ പറ്റും? കാര്യം ഈ 50% അല്ലെങ്കിൽ 50 അഡ്മിഷൻ എടുക്കുമ്പോഴും ഈ ആൾക്കാർക്ക് 50 പേർക്ക് നമ്മൾ കൊടുത്തേ പറ്റില്ല. നമ്മൾ പറയുന്ന കാര്യം ചെയ്തേ പറ്റും. രാഷ്ട്രീയക്കാരനാണ്. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അതായത് നമ്മളിപ്പോൾ ഒരു കോളേജിൽ ഒരു സീറ്റ്
മീൻസ് നമ്മൾ സീറ്റ് ഇപ്പം നമ്മളിപ്പം കറക്റ്റായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് വന്നിട്ട് ഇപ്പോൾ ഒരു ചെറിയൊരു ബുക്കിംഗ് അല്ലെങ്കിൽ നമ്മൾ സീറ്റ് എടുത്തു എന്നും പറഞ്ഞ് മെൻഷൻ ചെയ്ത് പോയിട്ട് കാര്യമില്ല. നമുക്ക് ഷുവർ സീറ്റ് ആയിരിക്കണം. മനസ്സിലായോ? ഫുൾ പേയ്മെന്റ് ഒന്നും വേണ്ട. അതായത് നമ്മളിപ്പോൾ ഓരോ കോളേജിലും നമുക്കൊരു ബുക്കിംഗ് എമൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഓരോ കോളേജിലും ചിലയിടത്ത് 10 അല്ലെങ്കിൽ 25, 50 അങ്ങനെ ഓരോ കോളേജിനും ഓരോ ബുക്കിംഗ് എമൗണ്ടാണ് വരുന്നത്. അപ്പോൾ ഈ ബുക്കിംഗ് എമൗണ്ടിനനുസരിച്ച് നമ്മൾ സീറ്റ് നമ്മൾ കൺഫേം ചെയ്യും. പക്ഷേ ഇതിനകത്ത് വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ബുക്ക് ചെയ്യുന്ന ചില മാർക്ക് കൂടിയ കുട്ടികൾക്ക് ചിലപ്പോൾ LBSൽ കിട്ടാം, അല്ലെങ്കിൽ എൻട്രൻസിൽ കിട്ടാം, കീമിൽ കിട്ടാം, അങ്ങനെ പിന്നെ നീറ്റിൽ കിട്ടാം, അങ്ങനെ ഓരോരോ സാധ്യതകളുണ്ട്. അപ്പോൾ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ഈ നമ്മൾ മേടിക്കുന്ന ബുക്കിംഗ് എമൗണ്ടും റിട്ടേൺ കൊടുക്കും. അതേപോലെ തന്നെ നമ്മളിപ്പോൾ അവർക്ക് കൊടുത്ത ലാപ്ടോപ്പ് പക്ഷേ നമ്മൾ തിരിച്ച് മേടിക്കത്തുമില്ല. പോയിന്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഈ സ്ഥാപനം കൊട്ടാരക്കര ശിവലി എന്ന് പറഞ്ഞ എൻ്റെ പ്രിയ സുഹൃത്താണ് ആരംഭിച്ചിരിക്കുന്നത്. ദീർഘകാലം പൊതുരംഗത്ത് പ്രവർത്തിച്ചു വന്നൊരു വ്യക്തിത്വമാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയെ ബന്ധപ്പെട്ട് കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ലഭ്യമാകാൻ കഴിയുന്ന നല്ല കോളേജുകൾ, നല്ല അഡ്മിഷൻ, അതായത് മിതമായ നിരക്കിലുള്ള അഡ്മിഷൻ റേറ്റോടുകൂടി നടപ്പാക്കാൻ ഈ പോയിന്റ് എഡ്യൂക്കേഷൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെയധികം അഭിമാനമുണ്ട് ഇത്തരത്തിൽ ശിവലിയെ പോലുള്ള ആൾ കൊട്ടാരക്കര പോലത്തെ ഈ നമ്മുടെ പട്ടണത്തിൽ ഇത്തരത്തിലൊരു സ്ഥാപനം തുടങ്ങിയത്. ബാംഗ്ലൂരാണ് ഇതിൻ്റെ ആസ്ഥാനമായി കഴിഞ്ഞ കാലം പ്രവർത്തിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറെയുള്ളത് കർണാടക സംസ്ഥാനത്താണ്. എന്നാൽ കേരളത്തിലും ഇപ്പോൾ ഒട്ടനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അവിടത്തേക്ക് ആവശ്യമായ ഒരു കരിയർ ഗൈഡൻസ് തന്നെ നമുക്ക് രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കും ഈ സ്ഥാപനത്തിലൂടെ ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ചെറിയൊരു ടൈം ഹൗ ടു കം സ്റ്റുഡൻസ് എങ്ങനെയാണ് സ്റ്റുഡൻസുകൾ ഇവിടെ വരേണ്ടത്? അപ്പം അവര് ചിലപ്പോൾ തിരിച്ചറിയണമെന്നില്ല. അപ്പൊ ചിലരൊക്കെ നമ്മൾ അവരിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയ വഴി അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നുണ്ട്, നമ്മൾ പരസ്യം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന മറ്റുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറെ കുട്ടികളുടെ ലീഡ്സ് ഉണ്ട്, അത് വെച്ച് നമ്മൾ വിളിച്ചിട്ട് നമ്മളെ കുറെ കുട്ടികൾക്ക് അറിയിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു സ്ഥാപനം എവിടെ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പല രീതിയാണ് മാർക്കറ്റിങ്ങിലും പല രീതിയാണ്. ആ രീതിയൊക്കെ ഉപയോഗിച്ച് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ കുട്ടികൾ നമ്മുടെ അടുത്തേക്ക് എത്തണം എന്നുള്ളത് നമ്മുടെ വിശ്വാസമാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മൾ വിളിക്കണമെന്നുണ്ടെങ്കിൽ 100 ഏജൻസി 100 കൺസൾട്ടൻസി ഒരു ദിവസം തന്നെ ഒരു കുട്ടിയെ വിളിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ വിളിക്കുന്ന കോൾ പോലും വളരെ അരോചകത്വമാണ്. അതുകൊണ്ട് ഞാനിപ്പം വിളി പരമാവധി കുറച്ചു. എന്ന് വെച്ചാൽ നമ്മളിപ്പോ വിളിക്കുമ്പോൾ തന്നെ അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഇതെല്ലാം സിനിമയ്ക്കകത്ത് പറയുന്നല്ലോ, ഒരുപാട് കേട്ടിട്ടുണ്ടെന്നാ പറയുന്നത്. ഇത് തന്നെ ഇപ്പോഴും നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ വിളി കുറച്ച് നമ്മുടെ സേവനങ്ങൾ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക. അത് നമ്മൾ പരസ്യം വഴിയും നമ്മൾ മുൻകാലത്ത് ചെയ്ത കുട്ടികൾ വഴിയും അങ്ങനെയൊക്കെ നമ്മൾ എത്തിച്ചുകൊണ്ടാണ് ഇപ്പൊ ഇരിക്കുന്നത്. മികച്ച കോളേജുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കൾ നേടുന്ന ഏറ്റവും എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ കൂടി നൽകിക്കൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 50 കുട്ടികൾക്ക് 50 ലാപ്ടോപ്പ് കൂടി ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ടാണ് ഇത് തുടക്കം കുറിക്കുന്നത്. പോയിന്റ് എഡ്യൂക്കേഷൻ 10 വർഷക്കാലമായി ഈ സ്ഥാപനം നിലവിലുണ്ടെങ്കിലും കുറച്ചുകൂടി ഇന്നെടുത്ത് മാധ്യമങ്ങളിൽ എടുത്തു പറയത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. എല്ലാവിധ അനുഗ്രഹങ്ങളും ജഗദീശ്വരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും. എഡ്യൂക്കേഷൻ സെന്റർ എന്നുള്ളത് ഒരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു നെയിം ബോർഡ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇനി കോൾ ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. അത് ആൾക്കാരിലേക്ക് ട്രസ്റ്റബിൾ ആയി കഴിഞ്ഞാൽ ഈ ട്രസ്റ്റബിൾ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? അതായത് ട്രസ്റ്റബിൾ ആവാൻ വേണ്ടി ഇപ്പൊ നമ്മൾ മുൻകാലത്ത് നമ്മൾ കുറെ അഡ്മിഷൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ട്രസ്റ്റബിൾ ആയിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ചില നഴ്സിംഗ് കോളേജുകളുണ്ട്. ഇപ്പൊ നഴ്സിംഗ് ഉദാഹരണം നമ്മളിപ്പോൾ BSc നഴ്സിംഗ് നമ്മളിപ്പോൾ ഒരു കോളേജിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് ചില കോളേജിൽ അതിനകത്ത് ഒരു കോളേജിന്റെ കാര്യം ഞാൻ എടുത്തു പറയാം. അപ്പൊ ഈ കോളേജിൽ നമ്മൾ അഡ്മിഷൻ സീറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കോളേജിൽ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് സൗജന്യമായിട്ട് പഠിപ്പിക്കും. ഒരു ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് എക്സാം എഴുതണമെങ്കിൽ 2-2.5 ലക്ഷം രൂപയാണ്. ഇത് നമ്മൾ അത് സൗജന്യമായിട്ടാണ് ചെയ്യുന്നത്. അത് ആ കോളേജാ ചെയ്യുന്നത്, ഞാനല്ല, നമ്മുടെ കൺസൾട്ടൻസി അല്ല. നമ്മൾ ഇതുവഴി പോവുകയാണെങ്കിൽ ആ കോളേജിൽ നമുക്ക് സീറ്റ് ഉണ്ട്. അവിടെ നമുക്ക് നേരിട്ട് സീറ്റ് എടുക്കാൻ പറ്റും. മലയാളികളുടെ കോളേജാണ്, പക്ഷെ ജർമ്മൻ ലാംഗ്വേജ് ഉണ്ട്. ജർമ്മനിയിൽ നിന്ന് എല്ലാ മാസവും സായിപ്പന്മാർ വന്ന് വരെ ക്ലാസ് എടുക്കുന്ന ഒരു കോളേജാണ്. അതൊക്കെ അവിടെ പോയി ജെനുവിനിറ്റി വിശ്വസിക്കാം. ജൂനിയർ കുട്ടികൾക്കോ അല്ലെ സീനിയർ കുട്ടികൾക്കൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റും. അതേപോലെ തന്നെ ആ കോളേജിന് വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വർഷം BSc നഴ്സിംഗ് കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയാണ്, അതും ജർമ്മനിയിലോട്ട്. അത്രയും ഷുവർട്ടി നിങ്ങൾ കൊടുക്കും? അത് ഷുവർട്ടി നമ്മൾ കൊടുക്കും. നമ്മൾ കോളേജിൽ ചെയർമാന്റെ സാന്നിധ്യത്തിലാണ് ഷുവർട്ടി കൊടുക്കുന്നത്. കോളേജിൽ ചെയർമാന്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ ഷുവർട്ടി കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ഇത്രയും ഷുവർട്ടി നമ്മുടെ ഇതിന്റെ MD മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള ഷിബിലി തന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശ്വാസമാണ്. പുറത്തുപോയി കുട്ടികളെ പഠിക്കാൻ വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്.
നമ്മുടെ കൊട്ടാരക്കരയിൽ ഇങ്ങനെ പോയിന്റ് എഡ്യൂക്കേഷൻ എന്ന ഈ ഒരു വലിയ സ്ഥാപനം നമ്മുടെ കുട്ടികളെ അന്യദേശത്ത് വിട്ടു പഠിക്കുവാൻ പറ്റിയതായ നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനം നമ്മുടെ ഈ കൊട്ടാരക്കരയിൽ തുടങ്ങുന്നത് ഏറ്റവും അഭിമാനകരമാണ്. എല്ലാവിധമായ ആശംസകളും അനുഗ്രഹങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജംഗ്ഷനിൽ പോയിന്റ് എഡ്യൂക്കേഷൻ എന്നൊരു മഹത്തായ സ്ഥാപനം നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ അഖിൽമാരാർ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിന് പുറത്തും അകത്തും ഒരേപോലെ സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. ഇത്തരൊരു പരിപാടി, പ്രത്യേകിച്ച് എൻ്റെ ഡിവിഷനിൽ തന്നെ ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്തതിൽ സന്തോഷമുണ്ട്. അഖിൽമാരോട് വളരെയേറെ പരിചയമല്ല, അടുത്ത് പരിചയമുണ്ട്. എങ്കിലും നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടി കൊട്ടാരക്കര പുലമൻ ജംഗ്ഷൻ നമ്മുടെ വാർഡിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതിൽ വളരെയേറെ സന്തോഷമുണ്ട്. എല്ലാവിധമായ വിജയാശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി ഇവരോട് എന്താ പറയാനുള്ളത്? കാര്യം ഇനി +2 കഴിഞ്ഞ് എന്താന്നുള്ള ചോദ്യത്തിന് മറുപടി. +2 കഴിഞ്ഞ് നിരവധി കുട്ടികൾക്ക് ആശങ്കയുണ്ട്. അതായത് ഇനി എന്തിന് പോകണം. അപ്പോൾ അതിപ്പോൾ പല കുട്ടികളും അതായത് രക്ഷകർത്താക്കളുടെ സമ്മർദ്ദം മൂലമോ മറ്റുള്ള കുട്ടികൾ കൂടെ പഠിക്കുന്ന കുട്ടികൾ പോകുന്ന കോഴ്സിന് അങ്ങനെ അനുസരിച്ചൊക്കെ പോകുന്ന ഒരു രീതിയുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അങ്ങനെയാണ് കാണുന്നത്. അതിൽ ചുരുക്കം ചില കുട്ടികൾ മാത്രമേ ഉള്ളൂ നമുക്ക് അതായത് അവരുടെ യുക്തിക്കനുസരിച്ച് അല്ലാതെ അവരുടെ ഔചിത്യത്തിനനുസരിച്ച് പോകുന്ന കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഈ പറയുന്നത് പോലെ നമ്മുടെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കുട്ടി ഒരു രക്ഷകർത്താവുമായി ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് നമ്മൾ പ്രത്യേകം കൗൺസിലിംഗ് ഉണ്ട്. അതായത് ആ കുട്ടിക്ക് എന്തിന് പോകണം എന്നുള്ളത് ആ കുട്ടിയോട് തന്നെ നമ്മൾ ചോദിക്കും. അതിന് പ്രത്യേക കൗൺസിലിംഗ് വിഭാഗം നമുക്കുണ്ട്. അവരോട് ചോദിച്ചിട്ട് അവരെന്തിന് പോകണം എന്നുള്ള തീരുമാനം അവരുടെ മനസ്സിൽ നിന്ന് അറിഞ്ഞിട്ട് നമ്മൾ ആ രക്ഷകർത്താക്കളുമായി അത് പങ്കുവയ്ക്കും. എന്നിട്ടാണ് നമ്മൾ അവരെ ആ കോഴ്സിന് ചേർക്കുന്നത്. അല്ലാതെ നമ്മുടെ ബിസിനസ് ലാഭത്തിന് വേണ്ടി ഞാൻ നേഴ്സിങ്ങിന് പോയാൽ നല്ലതാ, അല്ലെങ്കിൽ അലൈഡ് കോഴ്സിന് പോയാൽ നല്ലതാ, അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സുകൾക്ക് പോയാൽ നല്ലതാ എന്നൊരു വാക്ക് നമ്മൾ ഒരിക്കലും പറയില്ല. ആ കുട്ടിക്ക് എന്തിനാണോ പോകേണ്ടത് അതിനനുസരിച്ച് നമ്മൾ കൗൺസിൽ ചെയ്ത് തീരുമാനം എടുത്തതിന് ശേഷം രക്ഷകർത്താവുമായി സംസാരിച്ചതിന് ശേഷം മാത്രമേ നമ്മളൊരു തീരുമാനം എടുക്കാറുള്ളൂ. അപ്പോൾ എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ മുന്നോട്ട് പോകട്ടെ. ഇനി ബ്രാഞ്ചസ് പല സ്ഥലങ്ങളുണ്ടാവട്ടെ. ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.